പശ്ചിമേഷ്യയിൽ കൊടിയ യുദ്ധം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ചില സൂചനകളൊക്കെ പുറത്തു വരുന്നു. അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ? അല്ല, അമേരിക്ക സാധാരണ അവരുടെ സൈനിക ശക്തിയെ ഡിപ്ലോയ് ചെയ്യുന്നത് അതീവ രഹസ്യമായിട്ടാണ്. സാധാരണഗതിയിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു എന്ന് പറയാറില്ല. ഇപ്പോൾ അമേരിക്കയുടെ US-ൻ്റെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, നമ്മുടെ അജിത് ഡോവലിനെ പോലെ US-ൻ്റെ NSAയുടെ പേര് ജോൺ കിർബി എന്നാണ്. ജോൺ കിർബിയും അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള, പ്രതിരോധ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അമേരിക്ക നമ്മുടെ പ്രതിരോധ മന്ത്രിയെ പോലെയാണ്, അമേരിക്ക ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ആസ്റ്റിനും ഒരു അസാധാരണമായ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി. ഒന്ന്, അമേരിക്കയുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ആണവ അന്തർവാഹിനിയായ USS ജോർജിയ വെസ്റ്റ് ഏഷ്യൻ സമുദ്രത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, ഗൈഡഡ് മിസൈൽ സബ്മറൈൻസിൻ്റെ ഒരു വ്യൂഹം തന്നെ അമേരിക്ക പടിഞ്ഞാറൻ ഏഷ്യൻ സമുദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ അതീവ ഭീകരമായ പ്രകടശേഷിയുള്ള ഒരു സൈനിക ദളമുണ്ട്. അതും വെസ്റ്റ് ഏഷ്യയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് NSA ജോൺ കിർബിയും ലോയിഡ് ആസ്റ്റിനും പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വല്ലാത്ത ഒരു ടെൻഷൻ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഏറ്റവും അടുത്ത് ഇറാൻ്റെ സൈനിക മേധാവി പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനി ഇസ്രയേലിന് കനത്ത ശിക്ഷ നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് നീക്കം. അതിന് കാരണം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ഇസ്രയേലിലെ ഗോലാൻ കുന്നുകളിൽ അറബ് രാജ്യങ്ങളുമായി നടത്തിയ യുദ്ധത്തിൽ ഇസ്രയേൽ ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഗോലാൻ കുന്നുകൾ. ഈ ഗോലാൻ കുന്നുകൾ ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു പ്രവിശ്യയാണ്. അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന 10നും 16നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നേരെ ഒരു ഹിസ്ബുള്ളയുടെ മിസൈൽ വന്ന് വീഴുകയും കുറേ കുട്ടികൾ മരിക്കുകയും ചെയ്തു. ലെബനോണിലും യമനിലും സിറിയയിലുമൊക്കെ ആയിട്ടാണ് ഇത്തരം തീവ്രവാദ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യം ഇറാനാണ്. ഇറാൻ്റെ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ തീവ്രവാദ സംഘടനയുടെ ആക്രമണത്തിലാണ് ഇസ്രയേലി കുട്ടികൾ, ഇസ്രയേലിലെ ഖുദ്ർ എന്ന് പറയുന്ന ഒരു അറബ് വംശത്തിൽപ്പെട്ട കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ പോലും ഇസ്രയേലി പൗരന്മാരാണ്. അവരുടെ മരണത്തിനുള്ള തിരിച്ചടി ഇസ്രയേൽ നടത്തുകയും അതേ തുടർന്നാണ് ഹമാസിൻ്റെ പരമോന്നത തലവനായ ഹനയ്യ ഇറാനിൻ്റെ പുതിയ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ കൊല്ലപ്പെട്ടത്. അത് ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണം ഹമാസിന് മാത്രമല്ല ഇറാനും ഭയങ്കര തിരിച്ചടിയായി. അവരുടെ രാജ്യത്തിൻ്റെ തലവൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് വന്ന അതിഥിയെ കൊന്നു എന്നുള്ളതാണ്, അവരുടെ രാജ്യത്ത് കടന്നു കയറി കൊന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഒരിക്കലും മറക്കാത്ത തിരിച്ചടി നൽകുമെന്നാണ് ഖമേനി പറഞ്ഞത്. ആ തിരിച്ചടിക്ക് സമയമായിരിക്കുന്നു എന്നാണ് അമേരിക്കയുടെ NSA ജോൺ കിർബി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആഴ്ച, ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, ഈ ആഴ്ച അവസാനിക്കും മുമ്പ് ഇറാൻ ഇസ്രയേലിന് നേർക്ക് ഒരു ആക്രമണം നടത്തുമെന്ന് അമേരിക്ക പരസ്യമായി പറഞ്ഞിരിക്കുക. ഇതിൻ്റെ മുന്നോടിയായി അങ്ങനെ ഒരു ആക്രമണം നടന്നാൽ നേരിടാൻ വേണ്ടി അമേരിക്കൻ പടക്കപ്പൽ USS ജോർജിയ അടക്കമുള്ള അമേരിക്കയുടെ ആണവ അന്തർവാഹിനി വ്യൂഹവും എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പും അടക്കം പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. നമ്മുടെ പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല. ഏറ്റവും ലോക വാർത്തകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത. വലിയ ടെൻഷൻ ഉണ്ടാകുമ്പോൾ, അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് അവരുടെ നിലനിൽപ്പിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അവരുടെ രാജ്യത്ത് കയറി അവരുടെ രാജ്യത്തിൻ്റെ വിശിഷ്ട അതിഥിയെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യത്തിനും ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇറാൻ ഇപ്പോൾ ഒരു ലോകശക്തിയാകാനും ഞങ്ങൾ ആണവശക്തിയാണ് എന്നൊക്കെ ഭാവിക്കുന്ന ഇറാന് മുഖം നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഇസ്രായേലിനെതിരെ ചെയ്തേ പറ്റൂ. ചെയ്താൽ ഇസ്രായേൽ ചൊറിഞ്ഞാൽ തിരിച്ച് മാന്തുന്ന രാജ്യമാണ് ഇസ്രായേൽ തിരിച്ചടിക്കും. അപ്പോൾ ഒരുപക്ഷെ മറ്റു ചില രാജ്യങ്ങളോടൊക്കെ കൂടിയേക്കാം. തുർക്കി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തുർക്കി പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിൽ ഞങ്ങൾ പങ്കെടുക്കും, ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യത വിരളമാണ്. കാരണം തുർക്കി നാറ്റോയുടെ കൂടെ സഹായമുള്ള രാജ്യമാണ്. അമേരിക്കയെ പണക്കിക്കൊണ്ട് നാറ്റോയുടെ ഭാഗമായി സഹായം പറ്റുന്ന രാജ്യമായ തുർക്കിക്ക് അമേരിക്കൻ താല്പര്യത്തിന് വിരുദ്ധമായി ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ പോലും അവിടെ ഈ പലർക്കും പണവും ആയുധങ്ങളും കൊടുത്ത് ഈ അറബ് രാജ്യങ്ങൾക്ക് ഈ ഹമാസിനെയൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് തുടങ്ങി വെച്ച ഈ യുദ്ധം പലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് ഇറാൻ്റെ മണ്ണിലേക്കും വ്യാപിക്കാൻ പോവുകയാണ് എന്ന് വളരെ വ്യക്തമാവുന്നു. മാത്രമല്ല, വളരെ വ്യക്തമായി ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഇടപെടാൻ പോവുകയാണെന്ന് അമേരിക്ക വളരെ വ്യക്തമായി
ആസ്റ്റിൻ്റെയും കിർബിയുടെയും സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്ന യുദ്ധത്തിൽ ഇനിയുള്ള യുദ്ധം ഇസ്രയേലും ഇറാനും ഹമാസും തമ്മിലല്ല, അമേരിക്ക കൂടി ഭാഗമാക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ യുദ്ധം ഉണ്ടായാൽ ഭൂമിയിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷം ഇറാനും ഹമാസും ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാകുമായിരിക്കും. കാരണം ഇറാനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവർ സുന്നി ഷിയ പ്രശ്നങ്ങളുണ്ട്. കാരണം പലസ്തീനിലെ മുസ്ലിംകൾ അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്നത് സുന്നിയാണ്, ഇറാൻ ഷിയയാണ്. എന്നാൽ പോലും ഒരു ഇസ്രയേലിനുള്ള ശത്രുത എന്നുകൊണ്ടാണ് സുന്നി ഷിയ വൈരുദ്ധ്യങ്ങൾ മറച്ചു വെച്ച് ഇവർ തമ്മിലൊരു ഐക്യം രൂപപ്പെട്ടു വരുന്നത്. ലോകത്തെമ്പാടും ഇവർ തമ്മിൽ കൊന്നുകൊണ്ടിരിക്കുക. ഷിയയ്ക്ക് സുന്നിയെ കണ്ടുകൂടാ, സുന്നി എപ്പോൾ ഷിയയെ കണ്ട ഷിയയെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥയാണ് ലോകത്തെല്ലായിടത്തും. ഇന്ത്യയെ പോലും അതാണ് സ്ഥിതി, പാകിസ്ഥാനിലതാണ് സ്ഥിതി. പാകിസ്ഥാനിൽ ഷിയകൾ ഭയങ്കരമായി പീഡിപ്പിക്കപ്പെടുകയാണ്. പക്ഷേ ഇസ്രയേൽ എന്നുള്ള പൊതുശത്രുവിൻ്റെ കാര്യം വരുമ്പോൾ ഷിയും സുന്നിയും ഒന്നിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ഇറാൻ്റെ ഈ നിരുപാധികമായ പിന്തുണ. പക്ഷേ ഇറാൻ ഇപ്പോൾ അമേരിക്ക തന്നെ 2 ആഴ്ച മുമ്പ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അമേരിക്ക പറയുന്നു ഇറാൻ അവരുടെ ആണവായുധം നിർമ്മിക്കുന്നതിൻ്റെ തൊട്ടടുത്തെത്തി, ഏത് നിമിഷവും ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ പോലും ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ റെഡിയായേക്കാം എന്ന് മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ അമേരിക്ക ഒരാഴ്ചക്കകം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞു. അതിനുശേഷം ഇറാൻ ഇത് അക്യൂർ ചെയ്തോ, അതിൽ വിജയിച്ചോ? അപ്പോൾ അമേരിക്ക ഒന്നും കാണാതെ പറയത്തില്ല. ഒരാഴ്ചക്കുള്ളിൽ ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ റെഡിയാണെന്ന് അമേരിക്ക പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് ശരിയായിട്ടുണ്ടാവണം. അപ്പോൾ ഒരു പക്ഷേ എന്നേക്കുമായി, കാരണം ഇറാനെതിരെ ഇസ്രയേലിൻ്റെ ഒരു ആക്രമണം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുകയോ ചെയ്താൽ അങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും ഇറാന് കഴിയില്ല. ഇറാൻ വലിയ രാജ്യമാണ്, കുറച്ചുകൂടെ വലിയ ഫോഴ്സൊക്കെ ഉണ്ടെങ്കിലും യുദ്ധതന്ത്രത്തിൽ നിരന്തരം യുദ്ധം ചെയ്ത് യുദ്ധത്തിൻ്റെ തീഷ്ണതയും മൂർച്ചയും ഒക്കെ കൂട്ടി നിൽക്കുന്ന വളരെ ഷാർപ്പൻഡായിട്ടുള്ള ഒരു സേനയാണ് ഇസ്രയേൽ സേന. അവരുടെ ടെക്നോളജി അതിബൃഹത്തായ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ ഇസ്രയേലിൻ്റെ പക്കലുണ്ട്. അതുമാത്രമല്ല, സ്വന്തമായി ന്യൂക്ലിയർ റിയാക്ടർ ഒന്നും ഇല്ലെങ്കിലും 20-നും 30-നും ഇടയ്ക്ക് ആണവ പോർമുനകൾ ഇസ്രയേലിനുണ്ടെന്നാണ് പറയുന്നത്. ആണവായുധങ്ങളുള്ള ആണവശേഷിയുള്ള രാജ്യമാണ്. ആണവ റിയാക്ടറുകളിലൂടെ സ്വന്തമായി ഉണ്ടാക്കാനുള്ള ശേഷി ഇല്ലെങ്കിൽ പോലും ആണവായുധങ്ങൾ സ്വന്തമായിട്ടുള്ള രാജ്യമാണ്. അത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇസ്രായേലിൻ്റെ പക്കൽ അണുബോംബുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഇസ്രായേലിൻ്റെ വലിയേട്ടൻ ആയ അമേരിക്ക കൊടുത്തതാണ്. അമേരിക്ക ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന 20-നും 30-നും ഇടയ്ക്കുള്ള അണുവായുധങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഇറാൻ്റെ ഈ പറയുന്ന അണുവായുധം അവർ ആർജിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പരിമിതമായ ശേഷിയുള്ള ഒരു അണുവായുധമായിരിക്കണം. മാത്രമല്ല അത് ഒരു മിസൈലിൽ തൊടുത്തുവിട്ട് ഇസ്രായേൽ വരെ എത്തിക്കുകയും വേണം. പക്ഷേ അതിനിടയ്ക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ നാവിക വ്യൂഹം കടലിൽ കിടക്കുന്നു, ഇസ്രായേലിൻ്റെ അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് ചിലപ്പോൾ ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കാൻ കഴിയും. എന്നാൽ പോലും ഒരു ആണവായുധം ആകാശത്ത് വെച്ച് നിർവീര്യമാക്കപ്പെടുന്നു എന്നുള്ളത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസ് അതിന് ചുറ്റുപാടുമുള്ള താഴെയുള്ള അന്തരീക്ഷത്തിൽ വ്യാപിക്കും, താഴെയുള്ള ആളുകളെ ബാധിക്കും, ഇതൊക്കെ സംഭവിക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇറാൻ ഒരു പക്ഷേ പ്രതീക്ഷിക്കാൻ പോകുന്നത് അവരുടെ പ്രിമച്വർ സ്റ്റേജിലുള്ള അല്ലെങ്കിൽ അപരിഷ്കൃത രീതിയിലുള്ള ഒരു ആണവായുധം പോലും ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചേക്കാം. അപ്പം ഒരു ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ്റെ ഒരു അണുബോംബ് വന്നുകൊണ്ടാൽ പിന്നെ ഇസ്രായേൽ ഇല്ല, കാരണം അത്ര ചെറിയ രാജ്യമാണ്. പക്ഷേ അത് അവിടെ വരെ എത്തുമോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം നേരത്തെ ഇറാൻ ഇസ്രായേലിനെതിരെ ഒരു ചെറിയ മിസൈൽ ആക്രമണമൊക്കെ നടത്തി. അവിടുത്തെ മിസൈലുകൾ ഇറാനിൽ നിന്ന് ഇസ്രായേൽ വരെ എത്താൻ 8 മണിക്കൂർ വരെ എത്തിയെന്നാണ് പറയുന്നത്. ഓട്ടോറിക്ഷ പിടിച്ച് വന്നതുപോലെയാണ് അന്ന് മിസൈലുകളൊക്കെ വന്നത്. ചില ഡ്രോണൊക്കെ വന്ന് ഇലക്ട്രിക് കമ്പികളിൽ കുരുങ്ങി കിടക്കുന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പം സാങ്കേതികമായി ഇറാൻ വളരെ പിന്നാക്കമാണ്. എന്നാൽ പോലും അവരുടെ കയ്യിലും അണവായുധം ഇപ്പോൾ അമേരിക്ക പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ അവരിപ്പോൾ അണവായുധം കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഇസ്രായേലിനെതിരെ ഒരിക്കലും ഇസ്രായേൽ മറക്കാത്ത കടുത്ത ശിക്ഷ നൽകാൻ അയത്തുള്ള ഖമേനി പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇറാൻ്റെ സൈനിക മേധാവി പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ ആഴ്ച യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയോ എസ്കലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ വേഗത കൂടുക, ആണല്ലോ എസ്കലേറ്റ് ചെയ്യുന്നത്, വേഗത കൂടുകയോ അല്ലെങ്കിൽ പുതിയൊരു തലത്തിലേക്ക് മാറുകയോ ചെയ്യുന്ന അതീവ സങ്കീർണമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അമേരിക്ക സൈനിക വ്യൂഹങ്ങളും ഡിപ്ലോയ്മെൻറ്റൊക്കെ നടത്താറുണ്ട്, സൈനിക വിന്യാസമൊക്കെ നടത്തും, പല തലത്തിൽ നടത്താറുണ്ട്. ചിലരെ ഭീഷണിപ്പെടുത്താനാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മൈറ്റി പവർ കാണിക്കാനാണൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു ടെൻഷനുണ്ട്. അമേരിക്കൻ NSA പറയുന്നു, ജോൺ കിർബി പറയുന്നു, ഇസ്രായേലിനെ ഈ ആഴ്ച ഇറാൻ ആക്രമിക്കും എന്ന് പരസ്യമായി NSA പറയുന്നു. തൊട്ടു പിന്നാലെ അബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പ് പോകുന്നു, USS ജോർജിയ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും കൂറ്റൻ അണുവാഹിനി കപ്പൽ പോകുന്നു, ഈ ഗൈഡഡ് മിസൈൽ സംവിധാനങ്ങളുള്ള അന്തർവാഹിനികളുടെ ഒരു വ്യൂഹം
വെസ്റ്റ് ഏഷ്യയിലേക്ക് മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ ആസന്നമായ ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു, ഇസ്രയേലിനൊപ്പമാണ് എന്ന് ഞങ്ങൾ പറയുകയാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അമേരിക്കയുടെ നയം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക ലോകത്ത് ഒരാണവായുധം ഉണ്ടാവുന്നത് അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല. എക്കാലത്തും അമേരിക്കയുടെ നയം, പാകിസ്ഥാൻ ഉണ്ട് എന്ന് പാകിസ്ഥാൻ പറയുന്നതല്ലാതെ പാകിസ്ഥാൻ്റെ പക്കൽ ഒരു അണവായുധമുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയിക്കപ്പെടേണ്ടതാണ്. കാരണം നമ്മുടെ ബ്രിട്ടീഷ് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അവിടുത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞാനെങ്ങാനും തോറ്റുപോയാൽ ആണവായുധമുള്ള ആദ്യത്തെ മുസ്ലിം ഇസ്ലാമിക രാജ്യമായി ബ്രിട്ടൻ മാറുമെന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ അതിനർത്ഥം പാകിസ്ഥാന് ഈ സാധനം ഇല്ല എന്നാണ്. അപ്പോൾ അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ കൂടി വരുന്നു, പലയിടത്തും അവർ ജയിച്ചു വരുന്നു. അങ്ങനെ ബ്രിട്ടൻ പതുക്കെ ഒരു ഇസ്ലാമിക രാജ്യമാകാനുള്ള പ്രവണതകൾ കാണിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് കുടിയേറ്റം അടക്കമുള്ള ചെറുക്കാൻ വേണ്ടി അവിടുത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. ഹമാസിനെ എതിരെ ഇസ്രയേലിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ പോലും. നമ്മളതൊക്കെ വളരെ വിശദമായ അവരുടെ വീഡിയോ ഒക്കെ കാണിച്ച് നമ്മൾ ഒരു ടോക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് വലിയൊരു സംഘർഷത്തിലേക്ക് ഇസ്രയേൽ ഹമാസ് യുദ്ധം മാറുകയാണ്. അതിൽ അമേരിക്ക ഇടപെടാൻ പോകുന്നു എന്ന് മാത്രമല്ല, ഇടപെട്ട് കഴിഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ ഇറാൻ്റെ പക്കൽ, ഇറാന് ഒരു ആണവ പോർമുന ഇറാൻ്റെ പക്കലുണ്ടെങ്കിൽ അതൊരു ഭീഷണിയാണെന്ന് അമേരിക്ക കാണുകയും ഇസ്രയേലിനെ നേരെ ഇറാൻ ഒന്ന് ചൊറിയുമ്പോൾ ആ പേരും പറഞ്ഞ് ഇറാനെ ആക്രമിച്ച് മുച്ചൂടും മുടിക്കാനുള്ള ഒരു അമേരിക്കൻ തന്ത്രം കൂടി ഇതിൻ്റെ ഭാഗത്തുണ്ടാവാം. ഏതായാലും അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ ജോൺ കിർബി പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഈ ആഴ്ച കഴിയും മുമ്പ് ഇസ്രയേൽ ഇറാൻ യുദ്ധം സംഭവിക്കും. അത് ലോകത്താകെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യും. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്തെന്നറിയാമോ? അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇസ്രയേൽ അതിശക്തമായി ഗസയിൽ ആക്രമണം നടത്തും. ഇപ്പോൾ ഉള്ളതിന് 10 മടങ്ങ് നടത്തും. കാരണം അവിടെ ഇറാൻ്റെ കാര്യം അമേരിക്ക നോക്കിക്കോളും. എന്താ ബാക്കി തീർത്തേക്കാം എന്ന ലൈനിലേക്കായിരിക്കും നെതന്യാഹു മാറുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹുവിന് രാഷ്ട്രീയമായ ഒരു വിജയം കൂടി അനിവാര്യമാണ്. അദ്ദേഹത്തിനെതിരെ അവിടെ വലിയ പ്രക്ഷോഭം നടക്കുന്ന സമയത്താണ് ഈ ആക്രമണം നടന്നത്. അപ്പോൾ രാഷ്ട്രീയം കൂടി അതിനകത്തുണ്ട്. ഈ യുദ്ധം ജയിച്ച് ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഒരു വാർ ഹീറോ ആയിട്ട് നെതന്യാഹുവിനും തിരിച്ചു വരേണ്ടതുണ്ട്. അമേരിക്കയ്ക്കാവട്ടെ ലോകത്ത് അവരുടെ അപ്രമാദിത്വം തെളിയിക്കണം. ഞങ്ങളുടെ ഇച്ഛയ്ക്ക് അതീതമായി ഒരു ഇറാനെ പോലൊരു രാജ്യം ആണവായുധ ശേഷി ആർജിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ള പാഠം പഠിപ്പിക്കാനും ഉള്ള അവസരമാണ്. അപ്പോൾ ലോകത്ത് ഇപ്പം വലിയ ടെൻഷൻ്റെ കാലമാണ്. ഇപ്പോൾ നോക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ റഷ്യയുടെ ഏതാണ്ട് 18 കിലോമീറ്റർ പിടിച്ചെടുത്തു. റഷ്യൻ സേന അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഉക്രൈൻ്റെ ഏതാണ്ട് 20% ഭൂമി ഇപ്പോൾ ആരുടെ കയ്യിലാണ്? റഷ്യയുടെ കയ്യിലാണ്. അതായത് ഉക്രൈൻ്റെ 1/4 ഭൂമി റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ റഷ്യ പ്രതീക്ഷിക്കാത്തൊരു മേഖലയിലേക്ക് അവർ കടന്നു കയറുകയും റഷ്യയുടെ ഒരു ആണവ നിലയത്തിലേക്ക് ആക്രമണം നടത്തി അവിടെ തീപിടുത്തമുണ്ടായി എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ലോകത്ത് യുദ്ധത്തിൻ്റെ ഒരു കൊടിയ തീഷ്ണമായ വാർത്തകളാണ് വരുന്നത്. ലോകരാജ്യങ്ങൾ രണ്ടായി തിരിയുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഈ രണ്ടായി തിരിയുന്നു പറയാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡ് നോക്കൂ. ഇന്ത്യ ഇസ്രയേലിന് ഏതാണ്ട് അനുകൂലമാണ്. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രയേലിന് അനുകൂലമാണ്, അതായത് അമേരിക്കൻ പക്ഷത്താണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഏതാണ്ട് റഷ്യയുടെ പക്ഷത്താണ്, അമേരിക്കൻ നിലപാടിനെതിരാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഓരോ രാജ്യത്തും ഉണ്ടാകുന്ന പ്രാദേശികമായ ടെൻഷനുകളിൽ, സംഘർഷങ്ങളിൽ ഇന്ത്യ എടുക്കുന്നത് അവിടുത്തെ ജിയോ പൊളിറ്റിക്സിന് അനുസൃതമായിട്ടുള്ള താല്പര്യം. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും അമേരിക്കയ്ക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ എപ്പോഴും റഷ്യയ്ക്ക് അനുകൂലമാണ്, എപ്പോഴും അമേരിക്കയ്ക്കെതിരാണ്, അല്ലെങ്കിൽ റഷ്യക്കെതിരാണ്. അങ്ങനെ ഒരു സ്റ്റാൻഡ് ഇന്ത്യക്കില്ല. വളരെ ഡിപ്ലോമാറ്റിക്കായി, തന്ത്രപരമായി ഓരോ ഭൂപ്രദേശത്തിൻ്റെയും ഭൗതികമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയൊരു നിലപാടെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലാണെങ്കിലും ബംഗ്ലാദേശിൻ്റെ പിന്നിൽ ഇപ്പോൾ കളിക്കുന്നത് മുഴുവൻ അമേരിക്കയാണെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. അതിനകത്ത് ഇന്ത്യക്ക് മുൻകാലങ്ങളിൽ ഡിപ്ലോമാറ്റിക്കായിട്ടൊരു പെശക് പറ്റിയിട്ടുണ്ടോ എന്നോട് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡിൻ്റെ കാര്യത്തിലാണ് ഒരു സംശയമുള്ളത്. അമേരിക്കയ്ക്ക് ഒരു താല്പര്യമുണ്ട്. മുമ്പ് പറഞ്ഞു കേൾക്കുന്നത് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ബംഗ്ലാദേശിൽ ഇന്ത്യക്കുള്ള സ്വാധീനം ഉറപ്പിച്ച് സെൻറ്റ് മാർട്ടിൻ ഐലൻഡൊക്കെ ഇന്ത്യക്ക് സ്വാധീനം ഉണ്ടാക്കണമെന്ന്. ഇതിനിടയ്ക്ക് നമ്മളിതൊക്കെ പറയുമ്പോഴും ഹസീന ഇന്ത്യയുടെ സുഹൃത്താണെന്നൊക്കെ പറയുമ്പോഴും ഹസീന ഇടയ്ക്ക് ഒരു കളി കളിച്ചിരുന്നു. ബംഗ്ലാദേശിലെ ഒരു തുറമുഖം ചൈനയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്ന ആളാണ് ഹസീന. അപ്പം ഇന്ത്യയെ വരട്ടാൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുറേ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ഞാൻ ചൈന ഭാഗത്തേക്ക് പോകും കേട്ടോ എന്ന് പറയും.
എന്നിട്ട് ചൈനയിൽ നിന്നെല്ലാം കിട്ടാൻ വേണ്ടി ഞാൻ ഇന്ത്യയോട് എടുക്കും അല്ലെങ്കിൽ അമേരിക്കയോട് എടുക്കും എന്ന് കാണിച്ചിട്ട് ഒരു തവള നയം, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന നിലപാട് ഹസീന എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അന്ന് ഇന്ത്യക്ക് നയതന്ത്ര തലത്തിൽ ഇടപെട്ട് ഒരു പക്ഷേ ഇന്ത്യ ശ്രമിച്ചിരുന്നെങ്കിൽ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഇന്ത്യയുടെ പക്കൽ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ കച്ചത്തീവ് നമ്മൾ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു. നമ്മുടെ സമുദ്രത്തിലുള്ള നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു താവളമായിരുന്നു, നേവൽ ബേസായി മാറുമായിരുന്ന ഒരു സ്ഥലമായിരുന്നു കച്ചത്തീവ്. അത് ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് ദാനം കൊടുത്തു. അത് വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ ഇടയ്ക്ക് തമിഴ്നാട്ടിലൊക്കെ അണ്ണാമലയൊക്കെ വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ട് കച്ചത്തീവ് അങ്ങനെ വിട്ടുകൊടുക്കേണ്ടി വന്നു. അതിന് പകരമായി നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ വലിയ സ്വാധീനം, ബംഗാൾ ഉൾക്കടലിൽ വന്നാൽ അവിടെ മുഴുവൻ ആ മേഖല മുഴുവൻ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു വാച്ച് ടവറായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഐലൻഡാണ്. ഏതാണ്ട് 3 കിലോമീറ്ററും 4000-ൽ താഴെ ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഈ നാരിയൽ ഐലൻഡ് എന്നൊക്കെ വിളിക്കുന്ന, കോക്കനട്ട് ഐലൻഡ് എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. അവിടെ ഇന്ത്യക്ക് താവളം ഈസിയായി ഇന്ത്യയുടെ സ്വാധീനം ഉപയോഗിച്ച് ഇന്ത്യക്ക് അത് നേടിയെടുക്കാമായിരുന്നു. നമ്മൾ ഈ സമീപകാലത്ത് മോദി വന്നതിന് ശേഷം നമ്മുടെ ഈ ഭൂപ്രദേശങ്ങളുടെ മാപ്പൊന്ന് ശരിയാക്കുന്നതിൻ്റെ ഭാഗമായി കുറച്ച് സ്ഥലങ്ങൾ ബംഗ്ലാദേശിന് വിട്ടുകൊടുത്തത്. എന്നിട്ട് അവിടുന്ന് കുറേ സ്ഥലം നമ്മളും വാങ്ങിച്ചു. വിട്ടുകൊടുത്താൽ മാത്രമല്ല, ഇവിടെ ചിലർ പറയുന്ന ഈ 2-3 ജില്ല ബംഗ്ലാദേശിന് മോദി വിട്ടുകൊടുത്തു. അങ്ങനെയല്ല. അപ്പം ഈ ചില ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് താമസിക്കുന്ന ചില ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ചെറിയ ഏരിയ ചില സ്ഥലങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. ഇപ്പം നമ്മുടെ കാസർഗോഡിൻ്റെ കാര്യം നോക്കും. കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും അവികസിതമായ ജില്ലയാണ്. കാരണം നമ്മുടെ ഭരണാധികാരികൾ, മുഖ്യമന്ത്രിയൊക്കെ കാസർഗോഡ് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം പോലും പോകുന്നില്ല. അത്ര റിമോട്ടായിട്ട് കിടക്കുന്നു. എന്നാൽ അവരുടെ ഭാഷ, അവരെ ഏറ്റവും അടുത്ത് കിടക്കുന്നത്, അവരുടെ ഏറ്റവും അടുത്ത ടൗൺ മംഗലാപുരമാണ്. അപ്പോൾ ശരിക്കും ഭാഷാടിസ്ഥാനത്തിൽ നോക്കിയാൽ വേണമെങ്കിൽ പറയാം കാസർഗോഡിൻ്റെ ഒരു തനത്, കാസർഗോഡ് ഒരു കർണാടകയുടെ തനത് സംസ്കാരമുള്ള പ്രദേശമാണ്. അത് ശരിക്കും അവർക്ക് കൊടുക്കണം എന്ന് ഉള്ള വാദം പണ്ടേ ഉണ്ടായിരുന്നു. അതുപോലെ കന്യാകുമാരി ജില്ല നമ്മുടെ തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്നു. കേരളത്തിന് ഒരുപാട് താല്പര്യമുള്ള ജില്ലയാണ്. മലയാളി ഒരുപാടുണ്ട്. അത് കേരളത്തിൽ ചേരുന്നതായിരുന്നു നല്ലത് എന്ന് കരുതുന്ന ആളുകളുണ്ട്. കാസർഗോഡ് അങ്ങോട്ട് പോവുകയും കന്യാകുമാരി ഇങ്ങോട്ട് വരികയാണ് ചെയ്യേണ്ടിയിരുന്നതൊക്കെ കരുതുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് ചില വസ്തുതകളുണ്ട്. ഈ പറയുന്ന പോലെ ബംഗ്ലാദേശുമായി ചേർന്ന് കിടക്കുന്ന ഇന്ത്യയുടെയും അവിടുത്തെയും ചില ഭൂപ്രദേശങ്ങൾ, ചിലത് ഇങ്ങോട്ട് എടുത്തിട്ട് ചിലത് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു കാര്യം മോദി ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില നീക്കുപോക്കുകളൊക്കെ ലോകത്ത് സാധ്യമാകുന്നുണ്ട്. അതൊരു ഘടകമാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തികൾ ഒരിക്കലും മായ്ച്ചു കളയാൻ മാറ്റാൻ പറ്റാത്ത ഒന്നുമല്ല. ഇപ്പം ഉക്രൈൻ വാറിൻ്റെ കാര്യത്തിലും നടക്കുന്നത് ഇപ്പോൾ അതിർത്തി മാറിപ്പോയി. 20% സ്ഥലം ഉക്രൈൻ്റെ റഷ്യ പിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കാൻ പോകുന്നില്ല. ഇപ്പോൾ പകരം ഉക്രൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? റഷ്യയുടെ കുറച്ച് പിടിച്ചെടുത്ത് കൈ വെച്ചിട്ട് ബാർഗൈൻ ചെയ്യുക. അത് വിട്ടു തന്നാൽ ഇത് വിട്ടു തരും. ഇങ്ങനെയുള്ള ഒരു, അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ലോകത്ത് ഈ ഒരാഴ്ച കടന്നു പോകുന്നത് വളരെ സങ്കീർണമായ ഒരുക്കങ്ങളിലൂടെ, യുദ്ധങ്ങളിലൂടെ, ചോര ഒഴുക്കലിലൂടെയൊക്കെ ഒരു പക്ഷേ കടന്നു പോകാൻ പറ്റുന്ന കടന്നു പോകുന്ന ഒരാഴ്ചയാണ് എന്ന് USNSA ജോൺ കിർബി പരസ്യമായി പറഞ്ഞതും അവരുടെ ഡിഫൻസ് സെക്രട്ടറി, പ്രതിരോധ മന്ത്രി എന്ന് പറയുന്ന ലോയിഡ് ആസ്റ്റിൻ ഞങ്ങൾ USS ജോർജിയ അടക്കമുള്ള കപ്പലുകളെ സൗത്ത് ഏഷ്യയിൽ വിന്യസിച്ചു എന്ന് പറയുന്നതും ഒരു വലിയ വിപത്തിൻ്റെ മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.